നീ ഞങ്ങളുടെ ഉള്ളിൽ ജനിച്ചുവെന്ന് ഞങ്ങൾ അറിഞ്ഞ ദിവസം അപ്പം നല്ല ഹാപ്പിയാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു സിറിഞ്ച് പോലും കുത്താൻ സമ്മതിക്കാത്ത അമ്മയ്ക്ക് പ്രസവത്തോടുള്ള പേടിയും. അപ്പ എന്തൊക്കെയോ പറഞ്ഞ് അമ്മയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മ പതിയെ പതിയെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നിന്റെ സുരക്ഷയ്ക്കായുള്ള തയ്യാറെടുപ്പുകൾ. നിനക്ക് വേണ്ടി ഇഷ്ടമല്ലാത്ത ഭക്ഷണങ്ങൾ ഒരുപാട് ഇഷ്ടത്തോടെ കഴിച്ചു. ജീവിതത്തിലെ ഓരോ നിമിഷവും നിന്നെ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. ആദ്യമായി നിന്നെ സ്ക്രീനിൽ കണ്ട ദിവസം നിന്റെ ആ ചെറിയ മൂമെന്റ്സ് ഞങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ചു. പിന്നെ നിന്റെ അനക്കങ്ങൾ അമ്മയ്ക്ക് നേരിട്ട് അനുഭവിക്കാൻ തുടങ്ങി. ലോകത്ത് ഒരു സ്ത്രീക്ക് മാത്രം കിട്ടുന്ന നല്ല നിമിഷങ്ങൾ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നീ ഞങ്ങളോടൊരു കുസൃതി കാട്ടി. രാവിലെ മുതൽ നിന്റെ അനക്കങ്ങളൊന്നും അമ്മയ്ക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പ ടെൻഷൻ അടിച്ച് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാഷ്വാലിറ്റിയിൽ പോയപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് പറഞ്ഞു. നേരെ സ്കാനിംഗ് റൂമിലേക്ക്. ആ 10 മിനിറ്റ് നീ ഞങ്ങൾക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഉള്ളിൽ തട്ടിയ പ്രാർത്ഥനയോടെ സ്കാൻ ചെയ്ത ഡോക്ടർ നിന്റെ അനക്കങ്ങൾ സ്ക്രീനിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അന്ന് അപ്പയും അമ്മയും തിരിച്ചറിഞ്ഞു ദൈവം എത്ര വലിയ ഭാഗ്യമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതെന്ന്. ഇന്നേവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത നിനക്ക് വേണ്ടി ഞങ്ങൾ ഓരോന്നായി കരുതാൻ തുടങ്ങി. നിനക്ക് വേണ്ടി ഓരോന്നും വാങ്ങിക്കൂട്ടുമ്പോൾ നീ ഞങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് ഞങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങി. നിന്റെ കുസൃതികൾക്കൊന്നും ഒരു കുറവും ഇല്ലായിരുന്നു. നിന്റെ അനക്കം എപ്പോഴും അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നത് അമ്മയ്ക്കായിരുന്നു. അപ്പ വരുമ്പോഴേക്കും നീ മിണ്ടാതെ ഒരു കിടപ്പാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അമ്മയും അപ്പയും ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് തയ്യാറെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്കെത്തി. നിന്നെ കയ്യിലെടുത്തുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് അപ്പയും അമ്മയും വീട്ടിൽ നിന്നിറങ്ങി. സ്ത്രീകൾ അവകാശപ്പെടുന്ന ഭൂമിയിലെ ആ വലിയ വേദന, ആ വേദനയ്ക്കായുള്ള കാത്തിരിപ്പ് പറഞ്ഞു കേട്ടതിലും ഒരുപാട് മുകളിലായിരുന്നു കുഞ്ഞിന് ജന്മം നൽകുന്ന അമ്മയുടെ ആ വേദന. എന്തിനാണ് ഓരോ സ്ത്രീയും ഇത്രയും വേദന സഹിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്ന ചോദ്യം പലപ്പോഴായി അമ്മയ്ക്ക് തോന്നി. കുഞ്ഞു മുഖം കണ്ടപ്പോൾ അമ്മയ്ക്ക് അതിനുള്ള ഉത്തരം കിട്ടി. എന്തിനാണ് ഓരോ അമ്മയും ഇത്ര വേദന സഹിച്ച് തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്നതെന്ന്. നിന്നോട് ഒന്നേ അമ്മയ്ക്ക് പറയാനുള്ളൂ, ഈ വേദനയൊക്കെ സഹിച്ചത് നിന്റെ അമ്മ മാത്രമല്ല. ഓരോ അമ്മയും ഇത്രയും വേദന സഹിച്ചാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അമ്മയും ബഹുമാനിക്കാൻ നിനക്ക് കഴിയട്ടെ.